പോയതാടാ. സിഗ്നലാണ് നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ എപ്പോഴും വണ്ടി അപകടങ്ങൾ ഉണ്ടാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ദേശീയപാതയുടെ അനാസ്ഥമായ നിർമ്മാണമാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാരണം. ഇപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഈ സിഗ്നൽ നിൽക്കുന്നത് വളരെ പൊക്കം കുറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഇവിടെ ലോങ്ങിൽ നിന്ന് വരുന്ന ചാലക്കുടി ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾക്ക് അവർ ഇത് വരുമ്പോൾ നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. ഇവിടെ വരുമ്പോൾ ഈ സിഗ്നൽ ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇവിടെ വണ്ടി അപകടങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. മാത്രമല്ല സിഗ്നലിൽ ഇരിക്കുന്നത് ഒരു വളവിലാണ്. ആ വളവിൽ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആളുകൾക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് ദേശീയപാതയുടെ ഒന്നാമത്തെ അനാസ്ഥമായ നിർമ്മാണം. ഇതിനെക്കുതിരെ വളരെ ശക്തമായിട്ട് ഈ കരിയാമ്പറമ്പ് ഭാഗത്ത് ഒട്ടനവധി സമരങ്ങളും അതുപോലെ നിവേദനവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ദേശീയപാത അതോറിറ്റി അതിനുവേണ്ടി വ്യക്തമായ ഒരു നടപടിയും ഇന്ന് വരെ എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു 4 വണ്ടികളാണ് ഒരുമിച്ച് കൂട്ടിയിടിച്ചത്. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിയേ. എത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വണ്ടി മേടിച്ച് ആളുകൾ ഇവിടെ വന്ന് ഇടിച്ച് ആ വണ്ടി നശിച്ചു പോവാണ്. ഇത്രയും ടാക്സും കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്നുണ്ട്. ദേശീയപാതയുടെ അനാസ്ഥയാണെന്ന് പലവട്ടം പറഞ്ഞ് സമരങ്ങൾ ചെയ്തിട്ടും ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ദേശീയപാത അതോറിറ്റി. അപ്പോൾ ഇതിൽ ശക്തമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധം ഈ സമയത്ത് അറിയിക്കുകയാണ്. നന്ദി. വെള്ളം തെറിക്കും.